ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ കോട്ടുവള്ളി ഗ്രാമത്തിലാണ്. ഫാത്തിമ മാത കപ്പേളയുടെ മുന്നിലാണ് നിൽക്കുന്നത്. ഈ ഗ്രാമത്തിലെ 98% സ്ത്രീകളും കൊന്ത നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് ഇതറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെ ഈ ഒരു ഗ്രാമത്തിൽ ഞാൻ ഇവിടെ വന്ന് അവരുണ്ടാക്കുന്ന കൊന്തയും അതിൻ്റെ വിശേഷങ്ങളുമാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ. നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുക. കോട്ടുവള്ളി വന്ന് 3 സഹോദരിമാരെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അപ്പം അവര് കൊന്ത ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ടൊന്ന് ചോദിച്ചറിയാം. എന്നാ പേരെന്നാ? മേരി. മേരി. ഞാൻ ഷിജി. ഷിജി. സീലിയ. സീലിയ. മേരി, എത്ര വർഷമായിട്ട് ഇങ്ങനെ ഈ കൊന്ത നിർമ്മാണം തുടങ്ങിയിട്ട്? 20 വർഷത്തോളായി. 20 വർഷമായി അല്ലേ? ഈ എങ്ങനെയാ ഇതിന്റെ തുടക്കം എങ്ങനെയാ? നിങ്ങൾ എങ്ങനെയാ ഈ മുത്തൊക്കെ എവിടുന്നാ കൊണ്ടുവരുന്നത്? കൂനമ്മാവിന്നാണ്. കൂനമ്മാവിന്ന് മുത്തും പിന്നെ എന്തൊക്കെ കൊണ്ടുതരും? ഇതെല്ലാം കൊണ്ടുവന്നരും. മുത്ത്, നൂല്, പിന്നെ ഇതിന്റെ ഇടയിൽ ഇടുന്ന സാധനങ്ങൾ, കുരിശ്, അങ്ങനെ എല്ലാ സാധനങ്ങളും അവരാണ് കൊണ്ടുവന്ന് തരണം. നമ്മള് കെട്ടിക്കൊടുത്താൽ മാത്രം മതി. ഓരോ ആളുകളും ഓരോ തരം കൊന്തയാണോ ഉണ്ടാക്കുന്നത്? കൊറേ ആൾക്കാർ കിട്ടണുണ്ട്. അവര് പലരും പലതരത്തിലുള്ള കൊന്തയാണ് കിട്ടണത്. ഞങ്ങൾ 8 കെട്ടാണ് കിട്ടണത്. 8 കെട്ടെന്ന് പറഞ്ഞാ 8 ചുറ്റായിട്ടുള്ളതാണ്. എവിടെ 8 ചുറ്റ്? ഞാൻ കണ്ടില്ലല്ലോ. അതിപ്പോ കൊന്ത കെട്ടുമ്പോ 8 ചുറ്റുണ്ടാവും. ഏത്? ഇത് ഈ കെട്ടില് 8 ചുറ്റായിട്ട്. 8. അവിടെയോ? ഇത് കോർത്താ മതി. 10 മണിക്കൊന്തയാണ്. അതിങ്ങനെ വലിയ ആകെ 10 എണ്ണമേ ഉള്ളൂ. 28 വർഷമായിട്ട് മേരി ഉണ്ടാക്കാൻ തുടങ്ങി. 20 വർഷമായിട്ട്. അപ്പൊ ഈ ഒരു ഗ്രാമത്തില് എല്ലാരും ചെയ്യുന്നുണ്ടോ? എത്ര വീട്ടുകാര് ചെയ്യുന്നുണ്ടോ ഉദ്ദേശം? ഒരു മുക്കാൽ ആൾക്കാരും ചെയ്യാനുണ്ട്. എന്നാലും 70 വീടോളം ഉണ്ട് ഇവിടെ. 70 വീട്ടുകാര് കുറഞ്ഞത് കൊന്ത നിർമ്മിക്കുന്നുണ്ട്. മിക്ക വീടുകളിലും ആൾക്കാർ ചെയ്യാനുണ്ട്. ഇന്ന് പിന്നെ തയ്യാറാക്കിയ കൊന്ത ഏതാ ഇന്നുണ്ടാക്കിയത്? ഇതാണോ? കൊള്ളാം. ഈ ഒരു കൊന്ത ഉണ്ടാക്കാൻ എത്ര നേരം വേണം? 10 മിനിറ്റോളം വേണം. 10 മിനിറ്റ്. 10 മിനിറ്റ് കൊണ്ട് ഒരു കൊന്ത റെഡിയാവും അല്ലേ? ശരി. അങ്ങനെ ഒരു ദിവസം എത്ര കൊന്ത ഉണ്ടാക്കാൻ പറ്റും? നിങ്ങൾ എത്ര നേരം ചെയ്യുന്നുണ്ട്? അത് നിങ്ങളുടെ ഇഷ്ടം പോലാണോ? ഇഷ്ടം പോലെ. എന്നാലും കുറഞ്ഞത് എത്ര മണിക്കൂർ ചെയ്യും? മണിക്കൂർ പറയുമ്പോ ചിലപ്പോ ഉച്ചവരെ ഇരിക്കും, ചിലപ്പോ ഉച്ച തുടങ്ങി വൈകുന്നേരം വരെ ഇരിക്കും. ഇരിക്കണം. ഉച്ചക്ക് രാവിലെ തുടങ്ങി വൈകിട്ട് വരെ ഇരിക്കണമെങ്കിൽ 2-2.5 സെറ്റ് കൊന്ത കേട്ടാ. ഒരു 10-40 എത്ര കൊന്ത കേട്ടോ? 24-30 കൊന്തോളം കേട്ടാ. ഈ കൊന്തയാണെങ്കിൽ 30 കൊന്ത തയ്യാറാക്കാൻ പറ്റും അല്ലേ? ഇത് വേറെ മുത്താണല്ലോ. പേള്. ഇത് പേളാണ്. 10 മണിക്കൊന്ത. 10 മണിക്കൊന്ത എന്ന് പറഞ്ഞാൽ ആകെ 10 മണി ഉണ്ടാവും. ഒന്ന് കാണിക്കാവോ തയ്യാറാക്കുന്നത്? കാണിക്കാം. ഈ ഒരു 10 എണ്ണമേ ഉള്ളൂ. കയ്യിലൊക്കെ ഇടാൻ വേണേ. അത് 10 എണ്ണം ഉണ്ടോ? 10 മുത്തുണ്ട്. ഇങ്ങനെ ഇടമുത്ത് 4 എണ്ണം ഇട്ടിട്ട്. ഇനി സ്വർണ്ണക്കുരിശാണോ അതിന്? ഗോൾഡൻ കുരിശ്. ഗോൾഡ് ഡോറിങ്.
ടീച്ചർ കൊള്ളാം. 10 മണി കൊന്ത എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ 10 മിനിറ്റ് കൊണ്ട് ഒരു 5 കൊന്ത ഉണ്ടാക്കി കഴിഞ്ഞു. ഒരു മുത്ത് കൊണ്ടുള്ള ഈ ഒരു കൊന്ത ഉണ്ടാക്കാൻ എളുപ്പമല്ലേ? വലിയ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കെട്ടാൻ. ചെറുത് ഇടാനുണ്ട് അല്ലേ? കോർക്കുമ്പോ ഇത്തിരി സമയമെടുക്കും. ഈ കൊന്ത 1 മണിക്കൂർ കൊണ്ട് എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും? 1 മണിക്കൂർ കൊണ്ട് അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എന്നാലും കുറച്ച് ചെയ്യാം. കോർത്തിട്ട് കഴിഞ്ഞാൽ വേഗം കെട്ടാം. സീലിയ എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? 13 വർഷം. സ്വന്തം വീട് എവിടാ? സ്വന്തം വീട് പള്ളിപ്പുറം. ഇവിടെ വന്ന് ഇവരെല്ലാം ചെയ്യുന്ന കണ്ടപ്പോഴാണ് ഇത് തുടങ്ങിയത് അല്ലേ? ഇത് താല്പര്യമാണോ ഇത് ചെയ്യാനൊക്കെ? എനിക്ക് ഇവരൊക്കെ ചെയ്യണ കാണുമ്പോ ഇഷ്ടപ്പെട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പൊ ഒരു ദിവസം എത്ര കൊന്ത ഉണ്ടാക്കും ഒരു ഉദ്ദേശം? 2 സെറ്റൊക്കെ. 2 സെറ്റ്. 2 സെറ്റ് എന്ന് പറഞ്ഞാൽ 24 എണ്ണം. അത് നിങ്ങൾ ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞിട്ട് ഇത് എപ്പോഴാ ഇവർ എടുത്തോണ്ട് പോകുന്നത്? അതോ നിങ്ങൾ കൊണ്ടു കൊടുക്കണോ? ഇല്ല, ഞങ്ങൾ വിളിച്ചാ മതി. വിളിക്കുമ്പോ അവര് വന്ന് കളക്ട് ചെയ്തോളൂ. ഈ തൊഴില് ഹാപ്പിയാ അല്ലേ? ഹാപ്പിയാണ്. അപ്പൊ നിങ്ങൾ എത്ര വീട്ടുകാരെ ഒന്നിച്ചിരുന്ന് ഇങ്ങനെ ജോലി ചെയ്യുന്നേ? ഒരു 3-4 വീട്ടുകാര് ഉണ്ടല്ലേ? വർത്താനമൊക്കെ പറഞ്ഞ് വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് വന്നിരുന്ന് തുടങ്ങും അല്ലേ? ഈ 20 വർഷത്തിലെ ഈ തൊഴിൽ മേഖലയില് ഹാപ്പിയാണോ? ഹാപ്പിയാണ്. എന്റെ ഭർത്താവും മക്കളും ഒക്കെ പുറത്തു പോയി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ കൂടിയിരുന്ന് ഞങ്ങളുടെ ജോലിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിരുന്ന് കൊന്തയൊക്കെ കെട്ടി വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് കൊന്തയൊക്കെ കെട്ടാല. അപ്പൊ അങ്ങനത്തെ ഒരു ഇതിൽ ഞങ്ങൾ തുടങ്ങിയതാണ്. ഇപ്പൊ ഞങ്ങൾക്ക് അതൊരു വരുമാനവുമാണ്. ഞങ്ങളെല്ലാവരും ഹാപ്പിയാണ്. വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ പോകുന്നു. ഒക്ടോബർ മാസം മാതാവിന്റെ കൊന്ത മാസമാണ്. ഒക്ടോബർ മാസത്തിൽ തന്നെ എനിക്ക് ഇവിടെ വന്ന് ഇങ്ങനൊരു കൊന്ത നിർമ്മാണം നിങ്ങളെ എല്ലാം പരിചയപ്പെടാനും കണ്ടുപിടിക്കാനും ഒക്കെ പറ്റിയത് ഒത്തിരി സന്തോഷം തോന്നുന്നു. ഭക്തി ആയിട്ടുള്ള ഈ ഒരു മേഖലയിലെ ഭക്തി നിർഭരമായിട്ട് തന്നെ ഭക്തിയോടുകൂടിയാണോ ചെയ്യുന്നത്? ഭക്തിയോടുകൂടി തന്നെയാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഇവിടെ അടുത്തൊരു കപ്പേലയുണ്ട്, മാതാവിന്റെ കപ്പേലയാണ്. അപ്പൊ അവിടെയും ഞങ്ങൾക്ക് ഇതേമാതിരിയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ കൊന്ത മാസമാണ്. അപ്പൊ കൊന്തയുടെ ഇന്നലെ വരെയും കൊന്ത ഞങ്ങൾക്ക് ലാസ്റ്റ് ആയിരുന്നു. ഇന്നലെ കൊന്ത ലാസ്റ്റ് 10 ദിവസത്തെ കഴിഞ്ഞ് അപ്പൊ അതിൻ്റെതായ തിരക്കുകളിലൊക്കെ ഇരുന്ന് അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പൊ ഈ കൊന്തയിൽ ഇത് കയറിയേക്കണത്. അപ്പൊ ഞങ്ങൾക്കും മാതാവിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളെല്ലാവരും ഇതേമാതിരി കൊന്ത ചെയ്യാനുള്ള അനുഗ്രഹം മാതാവ് തന്നതാണ്. അപ്പൊ ഞാനിവിടെ കോട്ടുപള്ളി പ്രദേശത്ത് വന്നിട്ട് ഒരു 98% വീട്ടിലും കൊന്ത നിർമ്മാണം നടക്കുന്നുണ്ട്. ഇപ്പൊ ഇത്രയും കൊന്തകൾ കണ്ടില്ല. ഇത് മേരി ഇന്ന് ഉണ്ടാക്കിയ കൊന്തയാന്ന് പറഞ്ഞ എനിക്ക് ഭയങ്കര അതിശയം. കാരണം കടയിലൊക്കെ ഇരിക്കുന്നയാ. ഇങ്ങനെ എൻ്റെ കയ്യിലോട്ട് ഇത്രയും കൊന്ത എടുത്ത് തന്നപ്പോൾ തന്നെ എന്തൊരു സന്തോഷം. അപ്പൊ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.